എന്തായാലും ഇവിടെ നടക്കാൻ പോകുന്ന ഒരു എല്ലാ വർഷവും കാരുണ്യ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന സാമൂഹിക സേവന അവാർഡ് വിതരണ പരിപാടിയാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് നമ്മുടെ മുഹമ്മദ് കുട്ടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജാഫർ അവർക്ക് നമുക്കറിയാം 10 വർഷമായി ഈ കാരുണ്യ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ വലിയൊരു വിപുലമായിട്ടൊന്നുമില്ലെങ്കിൽ പോലും നമ്മൾ വളരെയധികം ഇവിടെ പൊതുപ്രവർത്തന രംഗത്ത്, സാമൂഹിക രംഗത്ത് എഴുത്തുകാർ, ബുദ്ധിജീവികൾ ഒക്കെ അവർക്കൊക്കെ നമ്മൾ വേണ്ടതുപോലെ നമ്മൾ അവരെ ആദരിക്കുക. കാരണം ഇവിടെ ഇപ്പോൾ നമുക്കറിയാം പാട്ടൂരി ജാഫർ ഖാൻ ഇവിടെ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു 10-15 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ നാളെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മളിപ്പോൾ ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ സൗകര്യം കുറച്ച് കുറവുണ്ട്. എന്നുവെച്ചാൽ നാൾക്ക് മുമ്പിൽ പോണ കാര്യമാണ് ഇത്ര തിരക്കായത്. അപ്പോൾ അതുകൊണ്ട് ക്ഷമ ചോദിക്കണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ നമുക്കറിയാം ഖത്തർ എംബസിയുടെ ഈ കേരളത്തിൻ്റെ 9 ലക്ഷത്തിൽ വരുന്ന പ്രവർത്തകരുടെ, അവരുടെ സാധാരണക്കാരെ, പാവപ്പെട്ട ആൾക്കാരെ ഒരു ചുക്കാൻ പിടിക്കുന്ന കരുത്തന അമരക്കാരനാണ്. അതേപോലെ തന്നെ സാമൂഹിക രംഗത്ത് നിൽക്കുന്ന നമ്മൾ കരീം പതിത്തളം നമുക്കറിയാം. അദ്ദേഹം കേരളത്തിൽ കാസർഗോഡ് തൊട്ട് പാഠശാല വരെ ഈ രംഗത്ത് ഒരുപാട് ഇന്ത്യ രാജ്യത്തൊക്കെ ഒരുപാട് ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. കാര്യ വികലാംഗർക്കും അതേപോലെ ചാരിറ്റിയായിട്ടൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ സിനിമകളിലും കഥാകൃത്തും ആത്മജന സംവിധാനം. എന്തായാലും ഒരു ധന്യമായൊരു മുഹൂർത്തമാണ്. ആളുകളുടെ സാന്നിധ്യം എന്നുള്ളതല്ല, നമ്മൾ ഉള്ളത് ഭംഗിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലം. ഈ കാരുണ്യ ട്രസ്റ്റ് എന്ന് കേട്ടപ്പോൾ മനസ്സിന് ഫീൽ ചെയ്യും. കാരണം അത് കാരുണ്യത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ബിരുദമെടുത്തവർക്ക് അത് തിരിച്ചറിവിൻ്റെ ഒരു പാതയിലേക്ക് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം അത് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ എല്ലാവർക്കും കഴിയില്ല. പരിപാടികൾ അതിൽ നിന്നാണ് തിരിച്ചറിവ് കിട്ടുക. ആ കാരുണ്യത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് തിരിച്ചറിവ് കിട്ടുക. അപ്പോൾ ആ തിരിച്ചറിവിലേക്കുള്ള ഒരു പാതയാണ് ഇന്ന് നമ്മുടെ ജാഫർ ഭായി വെട്ടിയത്. കാരണം വെച്ചാൽ അർഹതപ്പെട്ടവർക്ക് ട്രോഫി കൊടുക്കില്ല. അതിൽ ചെറിയവനോ വലിയവനോ ഒന്നുമില്ല. നമ്മളൊക്കെ അംഗീകരിക്കുന്നത് ജനങ്ങളാണ്. അല്ലാണ്ട് സ്വന്തം പേരിൽ ഞാനാണെന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ക്ലിയറായി കഴിഞ്ഞാൽ ജനങ്ങൾ നമ്മളെ അരികിലേക്ക് എത്തുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇതൊക്കെ. കാരുണ്യ ട്രസ്റ്റും ജാഫർ ഖാനും കൂടി നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഒരു ഉപകാരം ചെയ്യാൻ വളരെ മുന്നോട്ട് വരുന്ന ഹൃദയവിശാലയുള്ള ഒരാളാണ് നമ്മളെ മമ്മൂട്ടി. ഒരുപാട് പരിപാടികൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുമാതിരി ജാഫർ ഖാൻ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട പ്രസിദ്ധനായ അഡ്വക്കേറ്റും ഖത്തർ മലയാളികളെ പ്രസിദ്ധനായ സ്നേഹനീതിയായ ഒരു പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തനമൊക്കെയാണ്. ഈ കാരുണ്യ ട്രസ്റ്റിൻ്റെ മഹത്തായ ഈ പ്രവർത്തനം ഒറ്റ വാക്കിൽ ആശംസകൾ നേർന്നുകൊണ്ട് അതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ കാരുണ്യ ട്രസ്റ്റിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ മുഹമ്മദ് കുട്ടി കേച്ചേരി യാതൊരു തരത്തിലുള്ള അംഗീകാരവും പ്രതീക്ഷിക്കാതെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി നിരവധിയായ സേവനങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ചും വിശപ്പിൻ്റെ വില മനസ്സിലാക്കി വളർന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ഒരാളാണ്. അത് യാതൊരു തരത്തിലുള്ള പരസ്യത്തിനും അദ്ദേഹം പോകാറില്ല. വ്യക്തിപരമായ എൻ്റെ അനുഭവത്തിൽ കൊറോണ കാലത്തൊക്കെ തന്നെ പലപ്പോഴും സാമ്പത്തികമായും മറ്റു തരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിൽ നിന്നല്ലാതെ തന്നെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഒരു ദിവസം എൻ്റെ ഫാമിലി ഇവിടെ ഇല്ലാത്ത സമയത്ത് അദ്ദേഹം രാത്രി എനിക്ക് വേണ്ടി വിളിച്ചു ചോദിച്ചപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ രാത്രി ഭക്ഷണം പാചകം ചെയ്ത് മീൻകറി അടക്കം അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം കൂടി ഉണ്ടാക്കുന്ന മീൻകറിയുടെ രുചി പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഹാരം കഴിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അത് മാറി നിൽക്കുന്നതിൽ എനിക്ക് വളരെ വ്യസനമുണ്ട്. വർക്ക് നമ്മളൊരു കോൺട്രിബ്യൂഷൻ എന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്തെങ്കിലും ആർട്ടൊക്കെ ചെയ്തെങ്കിലും അത് മൊബിലൈസേഷൻ ചെയ്തിട്ടുള്ളത് കബീറാണ്. ഹബീബ് റഹ്മാൻ സാഹിബ് രേഖപ്പെടുത്താൻ ക്ഷണിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ അർഹതപ്പെട്ട ആളുകളെ ആദരിക്കാൻ കൂടി കാരുണ്യ ട്രസ്റ്റ്
മുൻകൈയെടുക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ അതോടെ തന്നെ എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്നൊരു കർത്തവ്യമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. ഇന്ന് ഈ മൊമെൻ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വ്യക്തികളെയും ഞാൻ അവരുടെ പേര് പ്രത്യേകം എടുത്തു പറയുന്നില്ല. എല്ലാവരും വളരെ അർഹതപ്പെട്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അവർക്ക് ഓരോരുത്തർക്കും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി അസംഖ്യക്കാരുടെ പേരിലും സ്വന്തം പേരിലും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എല്ലാവർക്കും നമസ്കാരം.